ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഇപ്പോൾ പരീക്ഷൻ്റെ ചൂടിലാണെന്നറിയാം. നമ്മൾ ടീച്ചേഴ്സ് ഓൾസോ പരീക്ഷൻ്റെ ചൂടിലാണ്. ഇപ്പോൾ എല്ലാ ടീച്ചേഴ്സും എന്താണ്, സ്കൂളിലാവട്ടെ കോളേജിലാവട്ടെ എല്ലായിടത്തും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മളെപ്പോലത്തെ എഡ്യൂപോർട്ട് അങ്ങനെ വേറെ ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്. എല്ലാ ടീച്ചേഴ്സും എന്താണ് ഭയങ്കരമായ റിസ്ക് എലമെൻസിയാണ്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ തങ്ങളുടെ കുട്ടികളെ എന്ത് ചെയ്യുക, മാക്സിമം ബൂസ്റ്റ് ചെയ്തിട്ട് അവർക്ക് നല്ല മാർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഒരു വെപ്രാളത്തിൽ ഇങ്ങനെ ഓട്ടപ്പാച്ചിലാണ്. നമ്മളും അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തിനാണ് ഇവിടെ വന്നിട്ട് ചില ആളുകളിൽ നിന്നും ഒരു ഡൗട്ട് ഉണ്ടാവും, മലയാളം അല്ലല്ലോ സാർ എടുക്കുന്നത് ബയോളജി അല്ലേ? ഞാൻ സിമ്പിളായിട്ട് പറയാലോ, ഞാനും കെതിച്ചിട്ടാണ് വരുന്നത്. നമ്മളെ മലയാളത്തിൻ്റെ ജയ്സൽ സാറേ 8ാം ക്ലാസ്സിൽ മിനിഞ്ഞാന്ന് ലൈവ് എടുത്തു. പിന്നെ 10ാം ക്ലാസ്സിൽ, അതുപോലെ തന്നെ +1, +2, 7ാം ക്ലാസ്, അങ്ങനെ ഒരുപാട് ക്ലാസ്സുകളിലും അവരെന്ത് ചെയ്യുകയാണ്, ലൈവ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ് സ്ട്രെസ്സും സ്ട്രെയിനും ആയിട്ട് അവരുടെ തൊണ്ടയിലുള്ള ശബ്ദം പോയിട്ടുണ്ട്. ജയ്സൽ സാർ നല്ല ക്ഷീണിച്ചിട്ടുണ്ട്, പറ്റ ടയേർഡായിട്ടുണ്ട്. സിംപിളി പറയുകയാണെങ്കിൽ കൈക്കൊന്ന് പോയിട്ടുണ്ട് ഏകദേശമൊക്കെ. മൂപ്പർക്ക് തീരെ വയ്യ, പറ്റ സുഖമില്ല. അപ്പോൾ മൂപ്പർ എന്താണ്, പ്രഡിക്ഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. എനിക്കത് പൂർണ്ണമായിട്ട് അറിയുന്നില്ല, പക്ഷേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് ഒരു ഔട്ട് സ്ട്രക്ചർ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. തൽക്കാലം ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാണ്, പ്രെഡിക്റ്റ് ചെയ്യാണ്. സോ ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ബാക്കിയുള്ളൊരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ പറയില്ല, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. പക്ഷേ ഇതെന്ത് ചെയ്യണം, മസ്റ്റായിട്ടും പഠിക്കണം. കാരണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസേഴ്സ് ഞാൻ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കണ്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% പക്ക 100% നിങ്ങൾക്ക് മലയാളത്തിൻ്റെ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പൊതുവെ എല്ലാവർക്കും മലയാളത്തിൽ എത്ര പഠിച്ചാലും ഇത് എന്താ എഴുതുക എങ്ങനെ എഴുതേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. പക്ഷേ അവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജയ്സൽ സാറ് സിമ്പിളായിട്ട് കണ്ട് ഒരു ചെറിയ കുഞ്ഞു ഓരോ ക്വസ്റ്റിനെയും സിമ്പിളായിട്ട് കുഞ്ഞു ഷോർട്ട് നോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ആ ഷോർട്ട് നോട്ട് എന്ത് ഞങ്ങൾ അതുപോലെ തന്നെ കറക്റ്റ് എന്ത് കേട്ടോ ഉഷാറായിട്ട് പഠിച്ചു വെക്കുക. ചോദ്യം ഇതാ, ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ബംഗാളിലെ കാഴ്ചകൾ സ്വന്തം നാടിനെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തുക. ബംഗാളിലെ കാഴ്ചകൾ നമ്മുടെ കേരളത്തെ, സ്വന്തം നാടിനെ എങ്ങനെയാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. അപ്പോൾ ബംഗാൾ ഈ ഒരു പാഠഭാഗം ഫസ്റ്റ് എല്ലാവരും മൈൻഡിലേക്ക് ഓർമ്മ വരണം. ശാന്തിനികേതനം, അത് എഴുതിയത് ആരാണ്? എസ്.കെ. പൊറ്റക്കാട്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു യാത്രാ വിവരണമാണ്. ആ ഒരു സാധനം എസ്.കെ. പൊറ്റക്കാട് യാത്രാ വിവരണം, അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ചോദ്യം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. പിന്നെ അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, ഒരു സർവകലാശാലയുണ്ട്. ആ സർവകലാശാലയിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ഒരു കാഴ്ചകൾ, അവിടെയുള്ള ഗ്രാമങ്ങളിലെ കാഴ്ചകളാണ് എന്ത് ചെയ്യുന്നത്, അയാളെ കേരളത്തിനോട് സാദൃശ്യം തോന്നിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുന്നത്, ഓർമ്മപ്പെടുത്തിയത്. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് സിമ്പിൾ. കേരളത്തിനോട് സാദൃശ്യം തോന്നിയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അവിടെ കേരളത്തിലുള്ള എല്ലാ കാര്യങ്ങളും അവിടെയും ഉണ്ടാവും, അതുകൊണ്ടല്ലേ സാദൃശ്യം തോന്നുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള പോയിന്റുകൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് എഴുതുക. ഓക്കെ, ബംഗാളിലെ കാഴ്ചകൾ സ്വന്തം നാടിനെ ഓർമ്മപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ബംഗാളിലെ ഗ്രാമങ്ങൾ സ്വന്തം നാടിനോട് സാദൃശ്യം തോന്നി എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, സ്വന്തം നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടാവണം, ബംഗാളിൽ ഉണ്ടാവണം. അപ്പോൾ എന്തൊക്കെയുണ്ട്, ഇതാ കേരളത്തിലുള്ള തെങ്ങുകൾ, അതുപോലെ തന്നെ താലവൃക്ഷങ്ങൾ, അതുപോലെ തന്നെ പറമ്പുകൾ, മുളങ്കൂട്ടങ്ങൾ, പിന്നെ അതുപോലെ തന്നെ വാഴത്തോട്ടങ്ങൾ, പച്ചക്കറി വളപ്പുകൾ, ആൽത്തറകൾ, ആമ്പൽക്കുളങ്ങൾ, ഇതൊക്കെ കേരളത്തിൽ ഒരുപാട് കാണുന്ന സാധനങ്ങളാണ്. അതൊക്കെ എവിടെ ഉണ്ടായിരുന്നു, ബംഗാളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പോയിന്റുകളൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ചോദ്യം ഓർത്ത് വെക്കുക, ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, പിന്നെ മറ്റൊരു ചോദ്യം അവർ പ്രെഡിക്റ്റ് ചെയ്ത്, ജയ്സൽ സാർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്ത് തന്ന മറ്റൊരു ചോദ്യം, ശാന്തിനികേതനിൽ വീണ്ടും ആ ചോദ്യം, വീണ്ടും ആ പാഠഭാഗം കേട്ടോ. ശാന്തിനികേതനിലെ വിദ്യാഭ്യാസ രീതികളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരുന്നു? ശാന്തിനികേതനിലെ വിദ്യാഭ്യാസ രീതികളുടെ സവിശേഷതകൾ. അപ്പോൾ വീണ്ടും മനസ്സിലാക്കുക, ഇത് ബംഗാളിലെ യൂണിവേഴ്സിറ്റിയാണ്, ബംഗാളിലെ സർവകലാശാലയാണ്. അപ്പോൾ അവിടെയുള്ള സവിശേഷതകൾ എന്തെല്ലാം നോക്കാം. ഓക്കെ, അപ്പോൾ അവിടെയുള്ള സവിശേഷതകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഒരു ആംബിയൻസ് ആണ്. ആ ഒരു വിദ്യാലയത്തിൻ്റെ ആംബിയൻസ് ആണ്. ആ വിദ്യാലയത്തിൻ്റെ ആംബിയൻസ് ഭയങ്കര പൊളിയാട്ടോ, വേറെ ലെവൽ ആംബിയൻസ് ആണ്. എന്താ, പുല്ലുമേഞ്ഞ കുറേ കുടിലുകൾ, പുല്ലുമേഞ്ഞ കുറേ കുടിലുകൾ, അതുപോലെ തന്നെ മാന്തോപ്പുകൾ, പുൽത്തകിടുകൾ, അതിൻ്റെ ഇടയിലാണ് എന്ത് കിടക്കുന്നത്, ഈ വിദ്യാലയം കിടക്കുന്നത്. മാന്തോപ്പുകൾ, പുൽമേടുകൾ, പുൽത്തകിടുകൾ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, നല്ല രസം ഉണ്ടാവില്ലേ? ഇപ്പോൾ ഈയിടെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, വയനാട്ടിലെ വെള്ളാർമല സ്കൂൾ, ഒരു അരുവിൻ്റെ അടുത്താണ് ആ ഒരു സ്കൂൾ. നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ കുടിലുകളുടെയും മാന്തോപ്പുകളുടെയും പുൽത്തകിടുകളുടെയും ഒക്കെ ഇടയിലാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള വിദ്യാഭ്യാസ രീതി, ചിത്രകലയുണ്ട്. ചിത്രകലാ പഠന വിഭാഗത്തെ നമ്മൾ എന്ത് വിളിക്കും, കലാഭവനം എന്ന് വിളിക്കും. നോട്ട് ദ പോയിന്റ്, കലാഭവനം കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സംഗീത നൃത്ത പഠന വിഭാഗമുണ്ട്. അപ്പോൾ അതിനെയും എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാം. സംഗീത നൃത്ത പഠന വിഭാഗം, അതെന്താണ്, സംഗീത ഭവനം, സിമ്പിളാണ്. പിന്നെ ഗ്രാമീണ പഠന കേന്ദ്രം, അതാണെന്ത്, ശ്രീനികേതനം. അത് നിങ്ങൾ ഗ്രാമശ്രീ എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഗ്രാമീണ പഠന കേന്ദ്രമാണെന്ത്, ശ്രീനികേതനം. ഓക്കെ, പിന്നെ കുട്ടികളുടെ സമഗ്രമായ കഴിവുകൾ കണ്ടെത്താനും വളർത്താനും പുഷ്ടിപ്പെടുത്താനും അതിനെങ്ങനെ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്, ഈ വിദ്യാലയം സഹായിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു കാഷ്വൽ രീതിയിൽ എന്ത് ചെയ്യുക, തള്ളിമറിക്കുക. കുട്ടികളെ ടോപ്പാക്കുന്നു, കുട്ടികൾ എന്ത് ചെയ്യുന്നു, ഭാവിയിലേക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും സെറ്റാക്കി കൊടുക്കുന്നൊക്കെ എന്ത് ചെയ്യുക, വലിച്ചു വാരി തലങ്ങും വിലങ്ങും എഴുതി കൊടുക്കുക.
സമയം നോക്കണം. സമയമില്ലാതെ എന്താണ് സമയം നോക്കാതെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വാരി വിതറി എഴുതരുത് കേട്ടോ. ഓക്കെ, നമുക്ക് അറിയുന്ന കരുതിയിട്ട് നമ്മൾ ഓവറാവാൻ പാടില്ലല്ലോ. ഇനി അടുത്തത് അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ. ഇത് സെക്കൻഡ് ചാപ്റ്റർ ഐ തിങ്ക് ഇത് വീരാൻകുട്ടിയുടെ കവിതയാണ്. ഞാനിപ്പോൾ ഇത് പഠിച്ചു. വീരാൻകുട്ടിയുടെ കവിത, ആ ഒരു കവിത ഒരു സമാഹാരത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. അപ്പൂപ്പൻ താടിയുടെ പറക്കത്തെ വിനീതമായൊരു ശ്രമമായി കാണണം. അപ്പോൾ അപ്പൂപ്പൻ താടി എന്ന് പറഞ്ഞാൽ സിമ്പിൾ സാധനമാണ്, അതിനത്ര വലിയ സ്കില്ലൊന്നുമില്ല, ഒരു പാവം ചങ്ങായി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു പറക്കൽ, അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്നു പോകുന്നത് എന്താണ്, വിനീതമായൊരു ശ്രമമായി കാണണം എന്നാണ് പറയുന്നത്. ഓക്കെ, കവി ഇങ്ങനെ പറയാൻ കാരണം എന്താവാം? എന്തുകൊണ്ടാണ് അപ്പൂപ്പൻ താടിയുടെ ഈ പറക്കൽ അതൊരു വിനീതമായിട്ടുള്ള, വളരെ ലളിതമായിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, അത്ര വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതല്ലാത്ത ഒരു ശ്രമമായിട്ട് കാണണം എന്ന് കവി പറഞ്ഞത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ചോദ്യം. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് അപ്പൂപ്പൻ താടി എന്ന് പറഞ്ഞാൽ കുറച്ച് എന്തേ ഉള്ളൂ, പാറിപ്പോകുള്ളൂ. അല്ലാതെ അപ്പൂപ്പൻ താടിക്ക് ചിറകില്ല, അതേപോലെ തന്നെ കുറേ നേരം ഇങ്ങനെ പറക്കാൻ പറ്റിയ പക്ഷികളുടേതായിട്ടുള്ള സെറ്റപ്പും കാര്യങ്ങളൊന്നും ആർക്കില്ല, അപ്പൂപ്പൻ താടിക്കില്ല. അപ്പൂപ്പൻ താടി എന്ന് പറഞ്ഞാൽ അതിന് ചിറക്, അതുപോലെ തന്നെ ആകാശം, ദേശാന്തരം, അതൊന്നും ആർക്ക് സാധ്യമല്ല, അപ്പൂപ്പൻ താടിക്ക് എന്തല്ല സാധ്യമല്ല. കാരണം സാധാരണയായിട്ട് ആളുകൾക്ക് പറക്കണമെങ്കിൽ എന്ത് വേണം, ചിറക് വേണം. പക്ഷെ അങ്ങനെ ചിറകൊന്നും ആർക്കില്ല, അപ്പൂപ്പൻ താടിക്കില്ല. അപ്പോൾ അപ്പൂപ്പൻ താടിക്ക് കുറച്ചേ പറക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ആകാശത്തിൽ നിന്ന് വേറൊരു ആകാശത്തിലോട്ട് അങ്ങനെ ദേശാന്തരം നടത്താനും പിന്നെ അതുപോലെ തന്നെ ഭൂഖണ്ഡങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സഞ്ചരിക്കാനും ആർക്ക് കഴിയില്ല, അപ്പൂപ്പൻ താടിക്ക് കഴിവില്ല. നോക്ക് ഇതാ ആകാശം, ദേശാന്തരം എന്നിവയെല്ലാം പറക്കുന്നവയുടെ സാധ്യതകളൊക്കെ അതിന് സ്വതന്ത്രമാണ്. പക്ഷെ അതിനൊന്നും എന്തില്ല, ചിറകില്ലാത്തത് കൊണ്ട് അതിന് ദേശാന്തര യാത്രകൾ എന്ത് ചെയ്തിട്ടില്ല, വിധിച്ചിട്ടില്ല. ദേശാന്തര യാത്രകൾ വിധിച്ചിട്ടില്ല. അപ്പോൾ അതിന് ചിറകില്ല, അതൊരു പാവം ചങ്ങായിയാണ്. ഇപ്പോൾ ഒരു ചെറിയൊരു കുട്ടിയാണെന്ന് വിചാരിക്കും. ആ ചെറിയ കുട്ടിക്ക് എന്താണ് പുറത്ത് ഇങ്ങനെ കറങ്ങി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. കാരണം എന്താ, അത് ആ കുട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ പേരൻസിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ ആ കുട്ടീനെ നമ്മൾക്ക് വേണമെങ്കിൽ എന്ത് വിശേഷിപ്പിക്കാം, ആ കുട്ടിയുടെ ഓട്ടപ്പാച്ചിലും ആ കുട്ടിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വെപ്രാളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം, വിനീതമായ ഒരു ശ്രമം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം ആ കുട്ടിക്ക് എന്തില്ല, ഓവറായിട്ട് പുറത്ത് പോകാനുള്ള ഫ്രീഡം ഇല്ല. അതേപോലെ തന്നെ ഇവിടെ ഈ അപ്പൂപ്പൻ താടിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ദൂരെ ഇങ്ങനെ കുറേ യാത്ര ചെയ്യാനൊന്നും എന്തില്ല, അതിന് ചിറകില്ലാത്തത് കൊണ്ട് തന്നെ അത് ശ്രമിക്കുന്നുണ്ട്, അത് പറക്കുന്നുണ്ട്. പക്ഷെ അതിനെന്തില്ല, കൂടുതൽ യാത്ര ചെയ്യാനുള്ള സ്കോപ്പ് ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ശ്രമത്തെ നമ്മൾക്ക് എന്ത് വിളിക്കാം, വിനീതമായ ശ്രമം എന്ന് വിളിക്കാം. ഐഡിയ കിട്ടിയില്ലേ? ആ ഐഡിയ കിട്ടിയാൽ മതി, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, കാച്ചി വിടുക. ഓക്കെ, പിന്നെ ഇതാണ് അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഈ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ത് ചെയ്യുക, നോട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിറ്റിയിലും ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത്. അപ്പോൾ കവി തുടങ്ങുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്, അപ്പൂപ്പൻ താടിൻ്റെ ഈ പറക്കലിനെ കുറച്ച് ഡീഗ്രേഡ് ചെയ്തിട്ട്, കുറച്ച് തള്ളിയിട്ട്, കുറച്ച് അപ്പൂപ്പൻ താടി ഒരു മണ്ടനാണ്, അപ്പൂപ്പൻ താടിൻ്റെ പറക്കൽ അത്ര ടോപ്പല്ല എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് തുടക്കത്തിൽ പറയുന്നത്. പക്ഷേ ഒടുക്കത്തിൽ അവസാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്പൂപ്പൻ താടിയുടെ ആ പരിശ്രമം, അപ്പൂപ്പൻ താടി പറക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ശ്രമമല്ലേ, ആ ശ്രമം എന്ത് ചെയ്യുന്നുണ്ടെന്നറിയോ, അത് ധീരമായ ശ്രമമാണ് എന്ത് ചെയ്യുന്നുണ്ട്, വിശേഷിപ്പിക്കുന്നുണ്ട്. ധീരമെങ്കിലും എളിയ ശ്രമം എന്നാണ് അപ്പൂപ്പൻ താടിയുടെ പറക്കലിനെ കവി അവസാനം വിശേഷിപ്പിക്കുന്നത്. ഈ വിശേഷണം നൽകുന്ന അർത്ഥ സാധ്യതകൾ എന്തെല്ലാം, എന്തുകൊണ്ടാണ് അങ്ങനെ കവി വിശേഷിപ്പിച്ചത്? അതായത് ലാസ്റ്റിക്ക് ആദ്യം അപ്പൂപ്പൻ താടിയുടെ ഈ ശ്രമം വലിയ കാര്യമാക്കണ്ട എന്നുള്ള മൈൻഡിലാണ് കവി പറഞ്ഞതെങ്കിലും അവസാനത്തിലേക്ക് ആ എളിയ ശ്രമത്തെ എന്ത് ചെയ്തു, ധീരമാണ് എന്നുള്ള രീതിയിൽ വിശേഷിപ്പിച്ചു. എന്തുകൊണ്ട് അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ചോദിച്ചാൽ, അപ്പൂപ്പൻ താടി കൂടുതൽ ദൂരമൊന്നും സഞ്ചരിക്കില്ല. ദേശാന്തരങ്ങളും അതേപോലെ തന്നെ നാടിൽ നിന്ന് നാടുകളിലേക്കും കടലുകളിൽ നിന്ന് കടലുകളിലേക്കും അത് സഞ്ചരിക്കില്ല. പക്ഷേ അതൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തെത്തൂല. ആ സ്ഥലത്ത് എന്ത് ചെയ്യും, അതിൻ്റെ പൂമ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് അവിടെ പുതിയൊരു മരമായിട്ട് വരും. ആ മരം എന്ത് ചെയ്യും, ഒരുപാട് ആളുകൾക്ക് തണൽ നൽകും, ഒരുപാട് പക്ഷികൾക്ക് കൂട് നൽകും, ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം നൽകും, ഫുഡ് നൽകും. അങ്ങനെ ആ മരം എന്ത് ചെയ്യുന്നു, ഒരു വലിയ സംഭവമായിട്ട് മാറുന്നു. പിന്നെ ആ മരത്തിൽ മേലും ഇതേപോലെ അപ്പൂപ്പൻ താടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തലമുറ ആയിട്ട് എന്ത് ചെയ്യും, ഇതിങ്ങനെ കൈമാറ്റം ചെയ്യപ്പെടും. എന്ന് വെച്ചാൽ ആ അപ്പൂപ്പൻ താടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രസ്ഥാനം തന്നെ ഉടലെടുക്കുന്നുണ്ട് എന്നൊക്കെ പറയാം. അവിടെ ഒരു സ്മാരകം പണിത് വെക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ എന്തൊക്കെയാ നമുക്ക് വിശേഷിപ്പിക്കാം. ദാറ്റ് മീൻസ് അപ്പൂപ്പൻ താടി എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും തണൽ തിരിക്കുന്ന ഒരു മരമായി മാറാം. അതുപോലെ തന്നെ പുതിയ ദിശകളിലേക്ക് അപ്പൂപ്പൻ താടി അതിൻ്റെ യാത്ര തുടരും. എന്നിട്ട് അവിടെ നിന്നും പുതിയ ദിശകളിലേക്ക് പോകും. എന്നിട്ട് അവിടെയൊക്കെ എന്ത് ചെയ്യും, ഓരോ മരമാകുന്നത് കൂടെ കവിതയിൽ ഈ അപ്പൂപ്പൻ താടിയെ ഒരു സ്മാരകമായി എന്നും നിലനിൽക്കും. പിന്നെ വീണു പോകുന്നിടത്ത് പോലും അതെന്ത് ചെയ്യുന്നുണ്ട്, ഇല്ലാതാകുന്നില്ല. അവിടെ അത് ഒരു മരമായി ഉയർന്നു വരും. ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തള്ളി മറിക്കാം. ഞാനൊക്കെ ആണെങ്കിൽ എങ്ങനെ എഴുതാമെന്ന് ചോദിച്ചാൽ, വീണു പോകുന്നിടത്ത് പോലും അതില്ലാതാകുന്നില്ല, അവിടെ അതൊരു മരമായി മാറുന്നു. മരമായി മാറിയിട്ട് തണൽ കൊടുക്കുന്നു, പിന്നെ ഫലങ്ങൾ കൊടുക്കുന്നു, പക്ഷികൾക്ക് കൂടൊരുക്കുന്നു, പിന്നെ അതിൻ്റെ ഇടയിൽ വെറുതെ ടോപ്പാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് വിറക് കൊടുക്കുന്നു. അങ്ങനെ ഒന്നും എഴുതി വെക്കരുത് കേട്ടോ. ഒരു ലോജിക്കുള്ള നേക്കിൽ എന്ത് ചെയ്യണം, അടിച്ച് കാച്ചണം. ഓക്കെ, പിന്നെ അവസാനമായിട്ട്
നജീബ്. ആടുജീവിതം. ഇത് ഞാൻ സിമ്പിളായിട്ട് പറയാലോ. ആടുജീവിതം പടം കണ്ട ആൾക്കാർക്ക് ഇത് ഭയങ്കര കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെ പോലെ എൻ്റെ മനസ്സിനെ വളം വെച്ചു തുടങ്ങി. ഈ വാക്യത്തിൽ നിന്നും നജീബിൻ്റെ യാത്രയെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകൾ കണ്ടെത്താം? ഇത് ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിലെ ഒരു ഭാഗമാണ്. അർബാബിൻ്റെയും നജീബിൻ്റെയും ഒക്കെ കാര്യങ്ങളാണ് ഇതിൽ വിശേഷിപ്പിക്കുന്നത്. പടം കണ്ട ആളുകൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. അർബാബ് നജീബിനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പം നജീബിൻ്റെ മൈൻഡിലുള്ള ഓരോ ചിന്തകളാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. അന്നേരം മുതൽ എന്തെന്നറിയാത്ത ഭീതി ഒരു മണിയനീച്ചയെ പോലെ എൻ്റെ മനസ്സിനെ വളം വെച്ചു തുടങ്ങി. ഇതാരെ മനസ്സാ? നജീബിൻ്റെ മനസ്സാ. നജീബിൻ്റെ മനസ്സിൽ എന്തോ മണിയനീച്ചയെ പോലെ എന്തോ ഒരു സാധനം വന്നു. ഈ മണിയനീച്ചൻ്റെ പ്രത്യേകത എന്താ? മണിയനീച്ച എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ്, ഇങ്ങനെ വൃത്തികെട്ട സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു ജന്തുവാണ്. അതിൻ്റെ സൗണ്ട് അങ്ങനെ ആർക്കും പറ്റൂല. അതിൻ്റെ സൗണ്ട് നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകും, ഒരു അസ്വസ്ഥത ഉണ്ടാക്കും. ഓക്കെ, മണിയനീച്ചയുടെ ചലനവും ശബ്ദവും ഒട്ടും സുഖകരമല്ല. മാത്രമല്ല അത് നമ്മൾക്ക് എന്തുണ്ടാക്കും? ഇറിറ്റേഷൻ ഉണ്ടാക്കും, അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പോൾ അതേപോലെ നമ്മൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന, നമ്മൾക്ക് സുഖകരമല്ലാത്ത രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അന്നേരം മുതൽ ഒരു ഭീതി, ഒരു ബുദ്ധിമുട്ട്, ഒരു ഭയം ആരുടെ മൈൻഡിൽ വന്നിട്ടുണ്ട്? നജീബിൻ്റെ മൈൻഡിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരണം അതിനൊരുപാട് കാരണങ്ങളുണ്ട്. ആ പടം ഇങ്ങനെ ആലോചിച്ച് കൊണ്ട് എന്ത് ചെയ്യുക, അതിങ്ങനെ വാരി വിതറി എഴുതിയാൽ മതി. കാരണം എന്താ, നജീബ് ഗൾഫിൽ എത്തിയപ്പോൾ അവിടെ നിന്നുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അതേപോലെ അർബാബിൽ നിന്നുള്ള മോശമായ പെരുമാറ്റം, പിന്നെ മണിക്കൂറുകൾ നീണ്ട വിശ്രമമില്ലാത്ത യാത്രകൾ, കത്തുന്ന വിശപ്പ്, കത്തുന്ന ദാഹം, പിന്നെ മരുഭൂമിയുടെ ചൂട്, അങ്ങനെ തള്ളിമറിക്കാം. മരുഭൂമിയുടെ ചൂട്, വിശപ്പ്, ദാഹം, പിന്നെ അർബാബിൻ്റെ മോശമായിട്ടുള്ള പെരുമാറ്റം, പിന്നെ അതുപോലെ തന്നെ കുറേ ദൂരമുള്ള യാത്രകൾ, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വാരി വിതറി എഴുതാം. അപ്പോൾ ഇതാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ആ 5 ക്വസ്റ്റ്യൻ. സോ എന്തായാലും പഠിച്ചു വെക്കുക. ഞാൻ വീണ്ടും പറയുന്നു, ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും എന്നുള്ളത് 150% ഉറപ്പാണെന്നൊന്നും പറയില്ല. പക്ഷേ എങ്കിലും ഇത് നല്ല നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ഇനി അഥവാ ഇത് ചോദിച്ചിട്ടില്ലെങ്കിൽ, അങ്ങനെ സ്കോപ്പ് ഉണ്ടാവില്ല, അഥവാ ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇത് ഉപകാരപ്രദമാവും. കാരണം എന്താ, ഇതിൻ്റെ ആൻസേഴ്സ് നമ്മൾക്ക് എന്ത് ചെയ്യും, വേറെ എവിടെയും കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങളെന്തായാലും ഉഷാറായിട്ട് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ഭാഗങ്ങളും നന്ദിയും നമസ്കാരവും നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫാസിൽ ഇറക്കൽ. ഗുഡ് ബൈ.